അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് സങ്കടമുള്ള ഒരു ദിവസമാണ്. ബിക്കോസ് നമ്മുടെ ഫ്രണ്ട് സംഗീത ശ്രീനി പോവാണ്. അപ്പം കുറച്ച് ദിവസമായിട്ട് അതിന്റെ തിരക്കിലായിരുന്നു. അപ്പം അവൾക്ക് ഒരു കേക്ക് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുവാണ്. എന്നിട്ട് അവൾക്ക് അറിയത്തില്ല, സർപ്രൈസ് ആയിട്ട് കൊടുക്കാനാണ്. അപ്പൊ ഞങ്ങളിപ്പോ അവളുടെ വീട്ടിൽ പോകും. എന്നിട്ട് വൈകിട്ട് കേക്ക് കട്ട് ചെയ്തിട്ട് എയർപോർട്ടിൽ. ഹാപ്പി ജേർണി. താങ്ക് യു. എന്നെ ഇപ്പൊ എന്ത് തോന്നുന്നു? സന്തോഷം തോന്നുന്നു. അതല്ല കണ്ണ് ആരാ കറക്റ്റ് കരഞ്ഞത് ഞാൻ കാണിച്ചത്. ഇതിട്ടാണോ പോണ? ഇത് അമ്പലത്തിൽ പോകാനുള്ള ഇതാണ്. നീ എപ്പോഴാ പോണ? ഞാൻ അടുത്ത ഒരു ഓണം കഴിഞ്ഞിട്ട്. ഇനിയിപ്പോ രാത്രി തുടങ്ങും കളവും വരച്ച്. എടുക്കുന്നില്ല. അതെ വല്ലാണ്ട് ബാക്കി പോകുന്നത് അതിന്റെ വായായിരിക്കും എടുക്കുന്നല്ലേ. നമ്മളെന്തായാലും പോവല്ലേ. അപ്പൊ നമ്മൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാൻ പോവാ. സംഗീത, ദിസ് ഇസ് അവർ സംഗീത ശ്രീനി. ആക്ച്വലി നമ്മുടെ വീഡിയോയിൽ സംഗീത ശ്രീനിക്ക് കുറെ ഫാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ സംഗീത പഠിക്കാൻ വേണ്ടി പോവാണ് മാൾട്ടയില്. അതിനുള്ളിൽ വരും, 1 വർഷം ആകുമ്പോൾ വരും. അടുത്ത വേറെ പരിപാടി ഉണ്ട്. അതെ, ഞങ്ങൾ കെട്ടിക്കാൻ പോയതിനാ. അത് ഇതിന്റെ ഇടയ്ക്കൊന്നും ഇല്ല കേട്ടോ. അത് പിന്നെ പറയാം. എക്സ്ക്ലൂസീവ് ന്യൂസ് ആണ്. അത് കഴിഞ്ഞിട്ട് ഒന്ന് വരും അക്ഷയ് കുമാറിന്റെ പടം ഇറങ്ങുമ്പോ. ഭയങ്കരമായിട്ട് കരഞ്ഞിട്ടാ ഇരിക്കുന്നത്. കണ്ണിങ്ങനെ നിറഞ്ഞ് മൂക്കൊക്കെ ചുമന്ന് സങ്കടം കൊണ്ട് സഹിക്കും. അത് നമ്മൾ ക്യാപ്ചർ ചെയ്യിക്കാൻ വേണ്ടി ഇങ്ങോട്ട് തിരിച്ചു വെച്ചിരിക്കുന്നത്. നമ്മള് സംഗീത പോകുന്നതിന് ഗിഫ്റ്റ് ആയിട്ടൊന്നും എനിക്ക് കൊടുക്കാൻ പറ്റില്ല എന്നല്ല, ഞാൻ വാങ്ങിച്ചു കൊടുക്കാനിരുന്ന സാധനമൊക്കെ അവൾ ഓൾറെഡി വാങ്ങിച്ചു. പിന്നെ വേറെ സാധനം ഞാൻ വാങ്ങിച്ചു കൊടുക്കാന്ന് വെച്ചപ്പോൾ അത് അവള് വാങ്ങിച്ചില്ല. അപ്പം വേറൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ ജസ്റ്റ് ഒരു കേക്ക് കട്ട് ചെയ്യാലോ എന്ന് വിചാരിച്ചെന്ന് വെച്ചാൽ ഇവളുടെ ബർത്ത്ഡേ ആണ് അടുത്ത മാസം. അപ്പം ഞാൻ ഇവളുടെ ബർത്ത്ഡേ ഞങ്ങൾ കുറച്ച് ഒരു 3-4 വർഷമായിട്ടുള്ള കമ്പനിയായിട്ട്, പക്ഷെ ഇവളുടെ ബർത്ത്ഡേ ഇതുവരെ എനിക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഈ വട്ടം സെലിബ്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് പെട്ടെന്ന് പോകുന്നത്. അപ്പൊ എന്തായാലും ജസ്റ്റ് കുഞ്ഞ് കേക്ക് വാങ്ങിച്ച് കട്ട് ചെയ്യാം, അതും ഇതെല്ലാം കൂടെ ഒരുമിച്ചാക്കാമല്ലോ എന്നുണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടുണ്ട്. അവളുടെ ഒക്കെയാണ്. നമുക്കൊരു കേക്ക് കട്ട് ചെയ്യാം. നമുക്ക് അവിടെ വേറെ ഇവരുടെ ഗസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് സർപ്രൈസ് ആയിട്ട് ഇവിടെ ഇതിന്റെ അകത്ത് വിളിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ കേക്ക്. ഈ മിസ് യു. ഇതിലും മോർ ദാൻ ഐ മിസ് യു സംഗീത എന്റെ ബെസ്റ്റ് ബഡി ആയിരുന്നു. അപ്പം വിളി. എനിക്കാണ് ഇങ്ങനെയൊക്കെ കൊടുക്കുന്ന പ്ലിങ് ആണ്. കേക്ക് കട്ട് ചെയ്യുമ്പോ സംഗീതയുടെ ഹാപ്പി ബർത്ത്ഡേ ആണ്. അവരെ വിളിക്കുക, അച്ഛനെ അമ്മേനെ വിളിക്കുക. ഇവിടെ ഞാൻ പറഞ്ഞേ അന്നെങ്കിൽ അവരെ കൂടെ വിളിക്കും. റെഡിയാവാൻ പോലെ സമ്മതിച്ചില്ല. ശിവകുമാർ എടുത്തു മേക്കപ്പ് ഇട്ടിട്ട് വരാം. ഇതൊക്കെ നീതുവിന്റെ പ്ലാനിങ്, നമ്മുടെ പ്ലാനിങ് അല്ല. നീതുവിനെ താങ്ക്സ് കൊടുക്കണ്ട. താങ്ക്സ് ഒക്കെ ഇതൊക്കെ ചെയ്യാനുള്ള ഫ്രണ്ട്സ് ഒക്കെ മാറി. സംഗീത ഇപ്പൊ കണ്ണ് പറഞ്ഞു ഇല്ല. എന്താണോ കരഞ്ഞാലൊരു വീഡിയോ റെസ്റ്റോറന്റ് ആണ്. അപ്പം പെട്ടെന്നാണ് പോകുന്നത്. എന്നാലും നല്ല സങ്കടം ഉണ്ട്. എന്നാലും
എന്നാലും സങ്കടം കാര്യത്തെ വെച്ച് കരഞ്ഞു നീ അവള് രക്ഷപ്പെടട്ടാ ഇവിടെ നിന്നിട്ട് രാത്രി ഇവിടെ നിന്ന് കരച്ചിലായിരുന്നു രണ്ടുപേരും കൂടെ ഇവിടെ വിട്ടെന്ന് വെച്ചാൽ പുറത്തു വിടുമ്പോ ഇവളവിടെ പോയി ജോലി ചെയ്ത് കാശ് പുറത്തോട്ട് ജീവിക്കാൻ നിങ്ങളല്ല ഇവിടെ അതുകൊണ്ട് കുഴപ്പമില്ല ഇവിടെ ബിസിനസ് സെറ്റ് ആക്കിയിട്ട് ഇവിടെ 2 വർഷം കഴിയുമ്പോ ഇങ്ങോട്ട് വരും എന്നിട്ട് പിന്നെ ഇവിടെ അവിടെ ബ്രാഞ്ച് തുടങ്ങും അവിടെ ബ്രാഞ്ച് എന്ത് തോന്നുന്നു? സന്തോഷം നീ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ നമ്മളോട്ടത്തിൽ. നമ്മുടെ സംഗീത എവിടെയായിരുന്നു? മാൾട്ടയിൽ പോവുക. മാൾട്ടയല്ലടാ, ദുബായ്. മാൾട്ടയിൽ പോവുകയാണ്. നമ്മൾ കൊണ്ടാക്കാൻ വേണ്ടി പോവുക എയർപോർട്ടിൽ. കൂട്ടുകാരി പോകുന്നതിൽ വിഷമമുണ്ട്. ഇപ്പം പിടിച്ചു നിൽക്കാം, മിണ്ടരുത്. ഇനിയൊന്നും മിണ്ടാതിരുന്നാ മതി. ഈ ഒരു മൂടി തന്നെ ഇങ്ങനെ നിൽക്കുക. ഹാപ്പി ജേർണി. കരയല്ലേ, കണ്ണീരാവുന്ന പവിഴമുത്തെടുത്ത് ചിപ്പിലിട്ട് സൂക്ഷിക്കാൻ. കൂട്ടാ എന്ത് പറയാനുണ്ട്? പറയാനാ, നമ്മുടെ കൂട്ടത്തിലൊരാള് പുറത്തു പോവുകയാണ്. മഹേഷ് എന്താ പറയാനുള്ളത്? എന്ത് പറയാനാ, ഓരോരുത്തരുടെ ജീവിതമല്ലേ, ഇഷ്ടപ്പെട്ട രീതിയിൽ നീതു എന്തായാലും പറയാനുണ്ടോ? പറയാനെന്താ, അവള് പോകുന്നു. അവള് രക്ഷപ്പെട്ടെ, ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ. വെറുതെ ഇവിടെ നിന്ന് ഇങ്ങനെ മൂഞ്ചി നിന്നിട്ടെന്തിനാ? സ്വർഗരാജ്യം. നീതു ഹാപ്പിയാണോ? നീതു ഹാപ്പി അല്ല എന്നാ സങ്കടമല്ല. അവളുടെ കാര്യത്തിന് പോയതല്ലേ. എല്ലാരും ഇങ്ങനെയൊക്കെയാണ്. ലൈഫ് ആകുമ്പം എല്ലാരും കൂടെ കാണണമെന്നില്ല. ഇടയ്ക്ക് വെച്ച് പലരും പോകും. ഞാൻ പോത്തില്ല. നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം. പിന്നെ അവള് 2 വർഷം, ഒരു 1 year കോഴ്സാണ്. 2 വർഷം കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞു. ഇതുപോലെ എൻ്റെ ഒരു ഫ്രണ്ടും അവള് 2 വർഷം കഴിഞ്ഞ് വരാം, പിന്നെ നാട്ടില് സെറ്റ് ആവാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പൊ അവള് വന്നിട്ട് പോലില്ല, അവിടെ സെറ്റിൽഡ് ആണ്. എല്ലാരും ഇങ്ങനെയൊക്കെ പറഞ്ഞാ പോകുന്നത്. പിന്നെ ആരും വന്ന് ഞാൻ കണ്ടിട്ടില്ല. അതൊക്കെയുള്ളു. പിന്നെ ആക്കിയപ്പോ ഇത്ര നാള് കൂടെ ഉണ്ടായിരുന്നോണ്ടിട്ടൊരു സങ്കടം. അടുത്ത നീതുവാണ് ഇവിടുന്ന് പോകുന്നത്. ഞാനാണ് പോകാൻ പോണത്. അപ്പൊ ഞാനൊരു കരച്ചിലുണ്ട്. അങ്ങനല്ല, ഇവളെന്ന് വെച്ചുണ്ടല്ലോ, എനിക്ക് കുറച്ച് നാള് കുറച്ചൊരു 3-4 വർഷമായിട്ടുള്ളൂ. പക്ഷെ എനിക്ക് നല്ല രീതിയിൽ കമ്പനി എല്ലാം ഷെയർ ചെയ്യാൻ പറ്റും. കുറച്ച് നല്ല രീതിയിൽ ആ കോവിഡ് ടൈം, പിന്നെ എന്റെ ബ്രേക്കപ്പ് ടൈം, ഇതിലൊക്കെ ഇവള് കൂടെ ഉണ്ടായിരുന്നു. കുറച്ച് അറ്റാച്ച്ഡ് ആയി. അപ്പൊ അതുകൊണ്ടിട്ട് പോകുമ്പോ നല്ല രീതിയിൽ മിസ് ചെയ്യും. ഇനി ഇതുപോലെ എപ്പോഴും വിളിക്കാനും, ഏതെങ്കിലും സഡാണെങ്കിൽ വിളിക്കാനും, ഏതെങ്കിലും ഉണ്ടെങ്കിൽ പറയാനും, വിളിക്കാനും, കറങ്ങാനും പോകാനും ഒന്നും പറ്റത്തില്ലല്ലോ. പിന്നെ അവളെ വിളിക്കാൻ പോകുന്നേരം അടിപൊളിയായിട്ട് നമുക്ക് ഇറങ്ങുമ്പോൾ